9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിൽ വരുന്ന തരിശുനിലങ്ങളിലേക്ക് എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. തിരുനെല്ലൂർ കരുണാകരൻ മലയാളത്തിലെ കവിയും സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. സമാഗമം, മഞ്ഞുതുള്ളികൾ, സൗന്ദര്യത്തിൻ്റെ പടയാളികൾ, പ്രേമം മധുരമാണ് ധീരവുമാണ്, രാത്രി, റാണി, അന്തിമയങ്ങുമ്പോൾ, താഷ്കന്റ്, തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ, ഗ്രീഷ്മസന്ധ്യകൾ, വയലാർ, മലയാള ഭാഷാ പരിണാമം, സിദ്ധാന്തങ്ങളും വസ്തുതകളും, ഒരു മഹായുദ്ധത്തിൻ്റെ പര്യവസാനം, പുതുമഴ, അനുസ്മരണങ്ങൾ, വെളിച്ചത്തിലേക്ക് ഒരു പിൻവാങ്ങൽ എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അദ്ദേഹം നടത്തിയ വിവർത്തനങ്ങളാണ് മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, ജിപ്സികൾ, ഒമർ ഖയാമിൻ്റെ ഗാഥകൾ, പ്രാചീന ഭാരതത്തിലെ ഭൗതികവാദം എന്നിവ. വാക്കുകളും അർത്ഥവും. തരിശുനിലം, കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമി. കരിമുകിൽ, കാർമേഘം. അറുതി, അവസാനം, വിരാമം. അദൃശ്യത, കാണാൻ കഴിയാത്ത അവസ്ഥ. വ്യത, ദുരിതങ്ങൾ. തരസ, വേഗത്തിൽ, ശക്തിയോടെ. സൃഷ്ടി, സ്ഥിതി, ലയ ശക്തികൾ. സൃഷ്ടി, സ്ഥിതി, ലയം എന്നീ 3 ശക്തികളും പ്രപഞ്ചത്തിലെ തുടർച്ചയായ പരിവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സൃഷ്ടി, ഉത്ഭവം. സ്ഥിതി, നിലനിൽപ്പ് അല്ലെങ്കിൽ പരിപാലനം. ലയം, നഷ്ടപ്പെടൽ അല്ലെങ്കിൽ നാശം എന്നിവയാണ് ഈ ചക്രം നിർവചിക്കുന്നത്. ഇത് തുടക്കവും അവസാനവുമില്ലാത്ത ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഗതകാലം, കഴിഞ്ഞ കാലം. പെരുവഴി, പ്രധാന പാത. ഉഴവ്, കലപ്പ ഉപയോഗിച്ച് മണ്ണ് ഉഴുതുമറിക്കുക. വന്ധ്യകൾ, കായ്ക്കാത്ത, കൃഷി ചെയ്യാത്ത. കെടുതി, നാശം. പദവിന്യാസരവം, കാൽവെപ്പിൻ്റെ ശബ്ദം. ബലിഷ്ഠം, അത്യധികം ശക്തിയുള്ള. അണയുക, വന്നുചേരുക. വറുതി, ദാരിദ്ര്യം. മൃതി, മരണം. കുതുകം, ഉത്സാഹം, സന്തോഷം. ആശയം. കാലങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമിയിലേക്ക് കാർമേഘത്തെ പോലെ വരികയാണ് തൊഴിലാളികൾ. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തിൻ്റെ അവസാനം ഭൂമിയെ കുളിരണിയിക്കാനായി എത്തുന്ന കാർമേഘങ്ങളെപ്പോലെ അവർ വരുന്നു. അവരുടെ കണ്ണുകൾ മിന്നൽ പിണരുപോലെ തീക്ഷ്ണതയുള്ളതാണെങ്കിലും അവരുടെ ഹൃദയം തെളിനീരുപോലെ ശുദ്ധവും കുളിരേകുന്നതുമാണ്. ജീവിതത്തിൽ തളരാതെ മുന്നേറുന്ന അവരുടെ കൈകളിൽ 7 അഴകോടെ വിരിയുന്ന വിത്തുകളും വാളുകളും പിടിച്ചുകൊണ്ട് കുളിരായി, അഴകായി, അടിപതറാത്തൊരു അദൃശ്യതയായി തരിശുനിലങ്ങളിലേക്ക് അവർ വരുന്നു. എല്ലാ ഹൃദയവ്യഥകളെയും ഉള്ളിലിട്ടുരുക്കി അതിനെ ഊർജമാക്കി ഐക്യത്തോടെ എത്തുന്ന അവരുടെ ഹൃദയത്തുടിപ്പുകൾക്ക് മുൻപിൽ സൃഷ്ടിസ്ഥിതിലയ ശക്തികൾക്ക് ഒന്നിച്ചുണരാതെ വയ്യ. അവരുടെ കാൽവെപ്പിനു മുൻപിൽ തടസ്സങ്ങളെല്ലാം തകർന്നടിയുന്നു. ഋതുക്കളുടെ ഭംഗി പൂണ്ടു നിൽക്കുന്നവയാണെങ്കിലും ഉഴുതുമറിക്കാത്ത താഴ്വരകളാണവ. ഉടമകൾ കൃഷി ചെയ്യാതെ വന്ധ്യകളാക്കി മാറ്റിയ വയലുകളും അവരുടെ കാൽവെപ്പിൻ്റെ ശബ്ദം കേട്ട് ആർദ്രത കൊള്ളുന്നു. അവരുടെ ശക്തമായ കൈകളിൽ അമരാൻ ഉത്സാഹം കൊള്ളുന്നു. ഭൂമിയെ മുഴുവൻ ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനുള്ള വീര്യമോടെ അണിയണിയായി അടിവെച്ചവർ മുൻപോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വാക്കുകളും ഹൃദയസ്പന്ദങ്ങളും ഇടിയൊച്ച പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഉയരുകയാണ്. നിരന്തരം ദാരിദ്ര്യത്തോട് അംഗം വെട്ടുന്നവരാണ് തൊഴിലാളികൾ. മരണമായി ആളിക്കത്തുന്ന പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും അതിനെയും മറികടന്ന് ജീവിക്കുന്നവരാണ്. വലിയ കരിങ്കൽ കുന്നുകൾ പോലും പൊട്ടിച്ചെടുക്കുന്ന ഞങ്ങൾക്ക് ഈ പുതുമണ്ണ് ഉഴുതുമറിക്കാൻ എന്താണ് പ്രയാസം? വിശകലനം. അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശുനിലങ്ങളിലേക്ക്. ദിനംതോറും ദാരിദ്ര്യത്തോട് മല്ലിടുന്നവരാണെങ്കിലും അവരുടെ ആത്മധൈര്യവും അധ്വാനിക്കാനുള്ള ദൃഢനിശ്ചയവും ഏത് തരിശുനിലത്തെയും പൊന്നുവിളയുന്നതാക്കുന്നു, ഏത് കരിങ്കൽ പാറയെയും പൊടിപൊടിയാക്കുന്നു. കവിതയുടെ തുടക്കത്തിൽ കർഷകരുടെ വരവിനെ കരിമുകിലിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ മഴയുടെ വരവിനെ നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ കർഷകരുടെ വരവ് ആ തരിശുനിലത്തെ 100 മേനി വിളയിക്കുന്നതാക്കി മാറ്റുമെന്ന ഭൂമിയുടെ പ്രതീക്ഷ നമുക്കിവിടെ കാണാം. അതിനായി ഭൂമി കാത്തിരിക്കുന്നതായി താഴ്വരകളും വയലുകളും അറിയാതെ ആർദ്രത കൊള്ളുന്നു. അവരുടെ ബലിഷ്ഠ കരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. തൊഴിലാളികളുടെ വരവിനെ കാർമേഘങ്ങളായി ഉപമിച്ച കവി അവരുടെ കണ്ണുകളെ മിന്നൽ പിണരുകളുമായി ഉപമിക്കുന്നു.
മിന്നൽ പിണരുകൾ വളരെ തീക്ഷ്ണമാണ്. അതിൻ്റെ പ്രകാശ തീവ്രത നമ്മുടെ കണ്ണുകൾക്ക് താങ്ങാനാവാത്തതാണ്. അതുപോലെ തൊഴിലാളികളുടെ കണ്ണുകളും വളരെ തീക്ഷ്ണതയുള്ളതാണ്. അവരുടെ കയ്പേറിയ ജീവിതാനുഭവങ്ങളും മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തകർത്തു മുന്നേറാനുള്ള ആത്മവിശ്വാസവും അധ്വാനിക്കാനുള്ള ദൃഢനിശ്ചയവുമാണ് ആ കണ്ണുകളിലെ മിന്നൽ പിണരുകളായി മാറുന്നത്. അവരുടെ ഹൃദയമാകട്ടെ തെളിനീരുപോലെ കുളിർമയേകുന്നതാണ്. അത്രയും പരിശുദ്ധവും നിഷ്കളങ്കവുമാണ് തൊഴിലാളികളുടെ മനസ്സ് എന്നാണ് പറയുന്നത്. കരുതിയിറങ്ങിയ വേലക്കാർ എന്ന വരികൾ അവരുടെ അധ്വാനിക്കാനുള്ള ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരായുസ്സിൽ നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഉറച്ച മനസ്സോടെ അതിജീവിക്കുന്നവരാണവർ. അതുകൊണ്ടുതന്നെ അവരുടെ ശക്തിക്ക് മുൻപിൽ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾക്കു വരെ വഴിമാറേണ്ടി വരുന്നു. തൊഴിലാളികളാണ് ലോകത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത്. അവരുടെ ഉറച്ച വാക്കുകളും ഒരുമയും ഏത് മുതലാളിത്ത ശക്തിയെയും താഴെയിറക്കാൻ പോകുന്നതാണ്. അവരുടെ സംഘബലത്തിനു മുൻപിൽ അടിപതറാത്തവരായി ആരുമില്ല. പഴയ കാലത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥകളെ ഇല്ലായ്മ ചെയ്യാൻ തൊഴിലാളികളുടെ കാൽപ്പെരുമാറ്റങ്ങൾക്ക് സാധിച്ചു. അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ പെരുവഴികളെ മെതിച്ച് പോയപ്പോൾ അത് പുതിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. പ്രതിബദ്ധങ്ങളെല്ലാം തകർന്നടിയുകയും പിന്നീടവ പോയ കാലത്തിൻ്റെ അവശേഷിപ്പുകളായി ചരിത്രത്തിൽ മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. അവരുടെ കാൽപ്പെരുമാറ്റം ഭൂമിയെപ്പോലും പുളകിതമാക്കുന്നതാണ്. അവരുടെ കരങ്ങളാകട്ടെ ബലിഷ്ഠമാണ്. അവരുടെ എല്ലാ ശക്തികളും കൈകളിലേക്ക് ആവാഹിക്കുമ്പോൾ കരിങ്കൽ കുന്നുകൾ പോലും പൊടിയായി മാറുന്നു. മൊത്തം ഭൂമിയെയും ഒരൊറ്റ ചാലാക്കി ഉഴുതുമറിക്കാനുള്ള വീര്യം കർഷകർക്കുണ്ട്. തൊഴിലാളികളുടെ പരുക്കൻ ശബ്ദത്തെ ഇടിയൊച്ചയുമായിട്ടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളുടെ തീവ്രതയാണ് അവരുടെ പരുക്കൻ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഭൂമിയെ മൊത്തം പ്രകമ്പനം കൊള്ളിക്കാൻ കെൽപ്പുള്ളതാണ് ഇടി. അതുപോലെ നമ്മുടെ കാതുകളെയും അന്തരീക്ഷത്തെ തന്നെയും പ്രകമ്പനം കൊള്ളിക്കുന്നതാണ് അവരുടെ ശബ്ദം. തൊഴിലാളികൾ എപ്പോഴും ഉച്ചത്തിൽ സംസാരിക്കുകയോ ഒരുമിച്ച് പാട്ടുകൾ പാടുകയോ ചെയ്യുന്നത് കേൾക്കാം. അതവരുടെ അധ്വാനഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കവിതയുടെ അവസാനം തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചാണ് കവി പറയുന്നത്. ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും നിരന്തരം വറുതിയോട് അംഗം വെട്ടുന്നവരാണവർ. മരണമായി കത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്നവരാണവർ. കരിങ്കൽ പാറകളെ വരെ തകർക്കുന്ന അവരുടെ കരങ്ങൾക്ക് പുതുമണ്ണ് ഉഴുതുമറിക്കാൻ എന്താണ് പ്രയാസം എന്ന് കവി ചോദിക്കുകയാണ്. ഇവിടെ തൊഴിലാളികളുടെ ശരീരവും മനസ്സും എത്രയധികം ശക്തമാണ് എന്ന് കാണിക്കാൻ രചയിതാവിനാകുന്നു. മഴമേഘങ്ങളെ പോലെ ഭൂമിയിൽ പുതുനാമ്പുകൾക്ക് പിറവി നൽകുന്നവരാണ് തൊഴിലാളികൾ. അവരുടെ കണ്ണുകൾ മിന്നൽ പോലെ തീക്ഷ്ണവും മനസ്സ് തെളിനീര് പോലെ ശുദ്ധവും കാലുകൾ ശക്തവും കൈകൾ ബലിഷ്ഠവും വാക്കുകൾ ഇടിമുഴക്കം പോലെ കിടിലം കൊള്ളിക്കുന്നതുമാണ്. അവരുടെ ശരീരത്തിന് ഇത്രയും കരുത്തേകുന്നതോ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ്. അതിൽ നിന്നും ലഭിക്കുന്ന മുന്നേറാനുള്ള ഊർജമാണ്. തീയിൽ കുരുത്തത് വെയിലിൽ വാടില്ല എന്നു പറയും. തൊഴിലാളികൾ അങ്ങനെയാണ്. അവരുടെ ഉള്ളിലെരിയുന്ന കനൽ ഏത് പ്രതിസന്ധികളെയും തകർത്തെറിയാനുള്ള ക്ഷമത അവർക്ക് നൽകുന്നു. തൊഴിലാളികളുടെ ഒരുമയും ഐക്യവും ശ്രദ്ധേയമാണ്. അവരുടെ ഒരുമിച്ചുള്ള വരവു തന്നെ അവരുടെ ഒരുമയുടെ പ്രതീകമാണ്. അണിയായി അണിയായി വേലക്കാരവർ അടിവെച്ചടിവെച്ചണയുമ്പോൾ എന്ന വരികൾ അത് സൂചിപ്പിക്കുന്നു. അവരുടെ ഒരുമിച്ചുള്ള വാക്കുകളാണ് ഇടിയൊച്ചകളായി മാറുന്നത്. ഏത് തരിശുഭൂമിയിലും നൂറുമേനി വിളയിക്കുന്നവരായ തൊഴിലാളികൾ സമൂഹത്തിൽ മാറ്റത്തിൻ്റെ പാത കൊണ്ടുവരുന്നവരാണ്. തരിശുനിലങ്ങളിലേക്കുള്ള അവരുടെ വരവ് തന്നെ മാറ്റത്തിൻ്റെ പ്രതീകമാണ്. തരിശുനിലമെന്നതിൽ നിന്ന് കൃഷിഭൂമിയായി ഭൂമി മാറുന്ന മാറ്റം. അതുകൊണ്ടു തന്നെ ഈ തലക്കെട്ട് കവിതയ്ക്ക് വളരെയധികം യോജിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് തൊഴിലാളികൾ. എന്നിട്ടും അവരുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ ഭരണവ്യവസ്ഥകൾക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ടു തന്നെ ഈ കവിത വളരെയധികം സമകാലിക പ്രസക്തിയുള്ളതാണ്. നല്ല രസകരമായി താളത്തോടെ ചൊല്ലാൻ പറ്റുന്ന രീതിയിലാണ് കവിത രചിച്ചിരിക്കുന്നത്. ദ്വിതീയാക്ഷരപ്രാസവും വാക്കുകളുടെ ആവർത്തനവും കവിതയ്ക്ക് മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.